നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ, ഐ എം ദേവൻ. വിഷ്ണു. ടിക്കറ്റ്. ആ എങ്ങോട്ടാ? മീൻപാറ ടോപ്പിലോ അടിവാരത്തോ? പറയേ, എവിടാ? മീൻപാറ ടോപ്പിലാണോ അടിവാരത്താണോ? ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീടിന്റെ അടുത്ത്. ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീടിന്റെ അടുത്തോ? അതെവിടെയാ? അതങ്ങ് ടോപ്പിലാ കണ്ടക്ടറെ. ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീടല്ലേ? ആ, അതങ്ങ് ടോപ്പിലാ. രണ്ടാളല്ലേ? അതെ, ഹാഫ് മതി. ആ 20 രൂപ. ഏ 500 രൂപ ചില്ലറയില്ലേ? ഇല്ല. ആ, ടോപ്പിൽ ചെല്ലുമ്പോഴത്തേ ബാലൻസ് തരാം. അതങ്ങ് കൊടുത്തേക്കണേ കണ്ടക്ടറെ. പിള്ളേരെ പറ്റിക്കരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇയാളുടെ കാര്യം നോക്കിയാൽ മതി. ആ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ, ഇയാളെങ്ങോട്ടാ? മീൻപാറ. ടോപ്പിലോ അടിവാരത്തോ? ടോപ്പിൽ തന്നെ ആയിക്കോട്ടെ. ആ, ടിക്കറ്റ് എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ടിക്കറ്റ്. രോഹിത്തെ, ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? വാ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഒന്ന് വാ ശ്യാമേ. എന്താണോ ഇത്? സോറി ബ്രോ, തന്റെ മുഖത്ത് കണ്ണില്ലടോ. ഐ എം എക്സ്ട്രീംലി സോറി. ഞാൻ അല്പം ടെൻഷനിലായിരുന്നു, ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാ. ഓ, ഇവിടെ വേറെ ആർക്കും ടെൻഷൻ ഇല്ലാത്ത പോലെയാണല്ലോ. താൻ പോ. വൺസ് അഗൈൻ ഐ എം എക്സ്ട്രീംലി സോറി. ഇയാളൊക്കെ. ഹലോ, ആ ഒരു മിനിറ്റ്. ഓ, താങ്ക്സ്. ഹലോ, ഐ എം ദേവൻ. വിഷ്ണു. ബ്രോ, ഒന്ന് വരുന്നുണ്ടോ? ആ, ദേ വരുന്നു. ശരി. എക്സ്ക്യൂസ് മീ, ഇവിടെ പ്രിൻസിപ്പലിന്റെ റൂം എവിടാന്നൊന്ന് പറഞ്ഞുതരൂ? അതുവഴിയാ, ഞങ്ങളിപ്പോൾ അവിടുന്ന് വരുന്നത്. ഓക്കെ, താങ്ക്സ്. ഏയ് നിക്കേ. തന്നെന്താ ചോദിച്ചേ? പ്രിൻസിപ്പലിന്റെ റൂം. ഇയാൾ എങ്ങോട്ട് പോകുന്നെന്നാ പറഞ്ഞെന്ന്. പ്രിൻസിപ്പലിനെ കാണാൻ. നമുക്ക് പോവാം, വാ. നിക്കേ. ഇയാളെന്തിനാ പ്രിൻസിപ്പലിനെ കാണുന്നത്? ബ്രോ, നിങ്ങളുടെ ശരീരത്തിൽ അബദ്ധത്തിലൊന്ന് കൂട്ടിയിടിച്ചു എന്നുള്ളത് ഒഴിവാക്കിയ നമ്മൾ തമ്മിൽ യാതൊരുവിധ ബന്ധമോ മുൻപരിചയമോ ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ട ബാധ്യത എനിക്കില്ല. എന്നാലും ഒരു സാമാന്യ മര്യാദയുടെ പേരിൽ മാത്രം ഞാൻ മറുപടി പറയാം. പ്രിൻസിപ്പളിനെ വിളിപ്പിച്ചിട്ടാ ഞാൻ വരുന്നത്.
എടാ നീ വന്നേ, നമുക്ക് പോവാം, സമയം കളയണ്ട. ഡോ നീ വന്നേ. എടാ സത്യഭാമയുടെ ഫാദറല്ല നിങ്ങള്? അതെന്താ അങ്ങനെ ചോദിച്ചേ? സത്യഭാമയുടെ കാര്യം സംസാരിക്കാനല്ലേ ഇയാൾ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് പോകുന്നത്? അതെ. ഞങ്ങളെ മനസ്സിലായി ഇയാൾക്ക്. ഇയാളുടെ മോള് സ്കൂളിൽ നിന്ന് ചാടിച്ചുകൊണ്ടുപോയ കുട്ടിയില്ലേ പത്മിനി, അവളുടെ അച്ഛനമ്മമാരാ ഞങ്ങള്. അപ്പോ ഇതാ വിഷ്ണു തന്നെ, ശാലിനിയുടെ വിഷ്ണു. ഇയാളെ കാണാനാ ഞങ്ങളങ്ങോട്ട് വരാൻ തുടങ്ങിയത്. എന്നെ കാണാനോ? ആ ഇയാളെ തന്നെ. ഇമ്മാതിരി ഒരു പെൺകുട്ടി വളർത്തി വെച്ചിരിക്കുന്നതിന് ഒരു അവാർഡ് തന്ന് ആദരിക്കാൻ. ഈശ്വര, എന്താ ഈ നടക്കുന്നതൊക്കെ? മനസ്സിലായില്ല. ഞങ്ങളുടെ പെങ്കൊച്ച് എവിടെ പോയെന്നുള്ളതിന് താൻ മറുപടി പറയണം, ഇപ്പോ ഇവിടെ വെച്ച്. രോഹിത്, നീ എന്തൊക്കെയാ പറയുന്നേ? അതിന് ഇദ്ദേഹം എന്തോ പഴച്ചേ? ഇയാള് പിഴച്ചു. ഇയാള് പിഴച്ചു. ഇയാളെ പിഴച്ചിട്ടുള്ളൂ. ഈശ്വര, ആരാ ഈ മനുഷ്യൻ? അത്ര വലിയ കള്ളിയൊന്നുമല്ല നമ്മുടെ പപ്പിമോള്. നമുക്കറിയാത്ത രഹസ്യം ഒന്നുമില്ല അവൾക്ക്. ഇല്ലെന്നല്ല, ഇല്ലായിരുന്നു. എടാ, തൊടി കിടന്നൊരു കുന്നിക്കുരു കെട്ടിയ അത് നമ്മളോട് പറയുമായിരുന്നു അവള്. ആ അവളിപ്പോ എങ്ങനെ ആരോടും മിണ്ടാതെ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ആലോചിച്ച് നോക്ക്. പുതിയ ബന്ധങ്ങള്, പുതിയ കൂട്ടുകെട്ടുകള്, അതും സ്കൂളിൽ നിന്ന് തുടങ്ങിയത്. അതിന് വളം വെച്ച് കൊടുത്തതാ നമ്മൾ ചെയ്ത തെറ്റ്. ആ ബന്ധങ്ങളിൽ നിന്നാ പപ്പിക്ക് നിനക്കുള്ള ധൈര്യം കിട്ടിയത്. അതെങ്ങനെയാ? വീട്ടിൽ പോലും കയറി നിരങ്ങല്ലായിരുന്നോ? തന്തയാരും തള്ളയാരെന്ന് അറിയാത്ത തെമ്മാടി പിള്ളേരെ. എടാ രോഹിത്തെ, വേഷഭൂഷാദികളും സമൂഹത്തിലെ സ്റ്റാൻഡേർഡും ഒക്കെ നോക്കി ആൾക്കാരെ അളക്കരുത് ശ്യാമേ. ഒരാളുടെ ഉയരം അളക്കേണ്ടത് മറ്റ് ചില മാനദണ്ഡങ്ങൾ വെച്ചാ. 1ാം ക്ലാസ്സിൽ എത്തിയതേ ഉള്ളൂ ഇയാളുടെ മകള്. കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് ഇപ്പോഴേ ഒരു ഒളിച്ചോട്ടം നടത്താൻ കെൽപ്പുണ്ടെങ്കിൽ ഒരു 10ഓ 15ഓ വർഷം കഴിയുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കി. കുറച്ച് മുമ്പ് വരെ ആ കുട്ടിയോട്, സത്യഭാമയോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. ഇയാളെ കണ്ടതോടെ എനിക്ക് പൂർണ്ണമായിട്ടും അതങ്ങോട്ട് മാറി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.